നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. UDF സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങൊക്കെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ അതിഗംഭീരമായി തന്നെ നടന്നു. പ്രതീക്ഷിക്കാത്തതിലപ്പുറം ആളുകളുടെ ഒരു ഒഴുക്ക് തന്നെയായിരുന്നു അവിടെ കാണാനായിട്ട് സാധിച്ചിരുന്നത്. പല VVIPകളും ആ വേദിയിൽ നിറഞ്ഞു തന്നെ ഇരുന്നിരുന്നു. പ്രതിപക്ഷ നിരയിലുള്ളവരെയും വേദിയുടെ മുൻനിരയിൽ ഇരുത്തി തന്നെയാണ് UDF സർക്കാർ അധികാരത്തിലേറ്റിയത് എന്നുള്ളതും ഏറെ സന്തോഷകരം തരുന്ന ഒരു കാഴ്ചയാണ്. അതേസമയം തന്നെ ഇന്നവിടെ സത്യപ്രതിജ്ഞ നടക്കുമ്പോൾ ഒരുപക്ഷെ എല്ലാവരും പ്രതീക്ഷിച്ച ഒരു മുഖമുണ്ട്. അത് രാഹുൽ മാങ്കൂട്ടത്തിലേത് തന്നെയായിരിക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമോ? രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിക്കുമോ, സംസാരിക്കുമോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ചു പേരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകാം. ഏതായാലും ഇന്ന് അദ്ദേഹം അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഒരുപക്ഷെ നേരിട്ടുള്ള പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെങ്കിലും തൻ്റെ പ്രസ്ഥാനത്തിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം അദ്ദേഹം പ്രചാരണം നടത്തുന്നുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയായിരുന്നു നമുക്ക് കാണാനായിട്ട് സാധിച്ചൊരു കാഴ്ച. ഇന്ന് തൻ്റെ പ്രസ്ഥാനം പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാലും താൻ വിശ്വസിച്ച് പോരുന്ന ആ പ്രസ്ഥാനം ഇന്ന് കേരളത്തിൽ അധികാരത്തിലേറുമ്പോൾ ആ കാഴ്ച കാണാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ വേദിയിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരാളായി താൻ ഉണ്ടായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഏതായാലും അദ്ദേഹം വേദിയിലേക്ക് അവിടേക്ക് എത്തുന്ന സമയത്തൊക്കെ തന്നെ മാധ്യമപ്രവർത്തകർ അത്രയും നേരം സ്റ്റേജിലേക്ക് ക്യാമറയും സൂം ചെയ്തുകൊണ്ടിരുന്ന മാധ്യമപ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിലെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഓടി വരുന്ന കാഴ്ച കാണാനായിട്ട് സാധിച്ചു. മാത്രമല്ല അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു തിരിച്ചുവരവ് ഇനി ഉണ്ടാകുമോ എന്നുള്ള ചോദ്യങ്ങൾ അടക്കമുണ്ടായിരുന്നു. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അദ്ദേഹം പറഞ്ഞത് പാർട്ടി പുറത്താക്കിയാലും കോൺഗ്രസ്സുകാരൻ തന്നെയാണെന്ന് പാലക്കാട് മുൻ MLA രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ പ്രതിപക്ഷ പ്രവർത്തനത്തിലുള്ള അംഗീകാരമാണ് നിലവിലെ വൻ വിജയമെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. UDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ അദ്ദേഹം എത്തിയിരുന്നു. എല്ലാ കാലവും ഞാൻ പാർട്ടിക്കാരനാണ്, അതിനാൽ തന്നെ എനിക്ക് യാതൊരു തരത്തിലുള്ള ഖേദവുമില്ല. ജനപ്രതിനിധി ആവണോ പാർട്ടി ഭാരവാഹി ആണോ എന്ന് ചോദിച്ചാൽ എന്നും ഭാരവാഹി എന്നാണ് മുന്നോട്ട് വെക്കാനുള്ളത്. നിരാശകളില്ല, രാഷ്ട്രീയം പറയുന്നത് തുടരും, അത് എൻ്റെ ക്ലാരിറ്റിയാണ്. പദവികൾക്കായി ഉള്ളതല്ല. അത് ഇപ്പോൾ തനിക്കൊരു MLA കുപ്പായമോ MP കുപ്പായമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാനത്തിൻ്റെ ഒരു കുപ്പായമോ ഒന്നും തന്നെ വേണ്ട. രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ പൊതുപ്രവർത്തനം താൻ ചെയ്തുകൊണ്ടിരിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം സെൽഫി എടുക്കാനൊക്കെ തന്നെ തിക്കും തിരക്കുമായിരുന്നു. രാഹുലിൻ്റെ തിരിച്ചുവരവിനുള്ള ഒരു തുടക്കമാവുമോ എന്നുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിനോട് ഞാൻ അതിനെങ്ങോട്ടും പോയിട്ടില്ലല്ലോ എന്നാണ് ചിരിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. ഒപ്പം തന്നെ ഈ 10 വർഷക്കാലത്തെ പല ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ടുള്ള പിണറായി സർക്കാരിൻ്റെ ഭരണത്തിനെതിരെയും അതിശക്തമായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. തങ്ങളുടെ ഒരുപാട് യുവ നേതാക്കൾ തെരുവിൽ ഗൺമാന്മാരുടെ ചെടിച്ചട്ടി കൊണ്ടുള്ള രക്ഷാപ്രവർത്തനത്തിനൊക്കെ തന്നെ അവരുടെ രക്തം അവിടെ പൊലിഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ മറക്കില്ല എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇങ്ങനൊരു വേദിയിൽ അവിടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ എത്തിയതാണ്. തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഒരു റിപ്പോർട്ടർ എടുത്ത് ചോദിച്ചപ്പോൾ റിപ്പോർട്ടർക്ക് കൃത്യമായിട്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. കേസിൽ ഒരു പുനഃപരിശോധന ഉണ്ടാകുമോ അല്ലെങ്കിൽ ഒരു തുടരന്വേഷണം ആവശ്യപ്പെടുമോ എന്നായിരുന്നു റിപ്പോർട്ടർ രാഹുൽ മാങ്കൂട്ടത്തിലോട് ചോദിച്ചത്. പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഈ കേസുകളുടെയൊക്കെ കുറ്റപത്രം ശ്രീ പിണറായി വിജയൻ എന്ന് പറയുന്ന എന്നോട് ഏറ്റവും സ്നേഹവും ബഹുമാനവും കരുതലുമുള്ള മനുഷ്യൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ കൊടുത്തതാണല്ലോ, അതുകൊണ്ട് ബാക്കി അതിനകത്ത് കോടതി ഫൈറ്റ് ആണല്ലോ, അത് കോടതിയിൽ തന്നെ കാണാം. കോടതിയിൽ നിന്ന് അവസാനം ഒരു തീരുമാനം വരുമ്പോൾ നിങ്ങളടക്കം, അതായത് മാധ്യമങ്ങളടക്കം പറഞ്ഞ കാര്യങ്ങൾ തിരുത്തേണ്ടി വരും. ഇന്നത്തെ ദിവസം നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ചോദ്യം ചോദിച്ചു കൊണ്ടുവന്ന റിപ്പോർട്ടറുടെ വാ അടപ്പിച്ചിരിക്കുന്നത്. അതായത് കൃത്യമായിട്ട് അതിന് മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട്. പിണറായി സർക്കാരിൻ്റെ കാലത്താണല്ലോ ഇതിൽ കുറ്റപത്രം എഴുതിക്കുകയും രാത്രിക്ക് രാത്രി അദ്ദേഹത്തിൻ്റെ വീട് വളഞ്ഞ് അദ്ദേഹത്തെ നാടകീയമായി ഒരു FIR പോലും ഇടുന്നതിന് മുൻപ് അറസ്റ്റ് ചെയ്യുകയും ചെയ്ത കാഴ്ചയൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് അതിലൊന്നും ഒരു തുടരന്വേഷണം വേണമെന്ന് ഒന്നും തന്നെ താൻ ആവശ്യപ്പെടുന്നില്ല. ഇപ്പോൾ ആ കേസ് കോടതിയിൽ നടക്കുകയാണ്. കോടതിയിൽ തീർച്ചയായിട്ടും ഒരു ഫൈറ്റ് ഉണ്ടാകും, അത് അവിടെ തന്നെ നടക്കട്ടെ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല തനിക്ക് യാതൊരുവിധ നിരാശകളുമില്ലെന്നും ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന അതേ ശക്തമായ രാഷ്ട്രീയം വരും ദിവസങ്ങളിൽ തുടരുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാൻ പറയുന്ന രാഷ്ട്രീയം എൻ്റെ നിലപാടിൻ്റെ വ്യക്തതയാണ്,
അത് ഏതെങ്കിലും പദവികൾ ലക്ഷ്യം വെച്ചുള്ളതല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ചാണ്ടി ഉമ്മൻ്റെ മന്ത്രിസ്ഥാനത്തെ ചൊല്ലിയുള്ള ചില ചോദ്യങ്ങളും ചോദിച്ചപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് ചാണ്ടി ഉമ്മൻ ഇല്ലാത്ത വിഷമം നിങ്ങൾക്ക് എന്തിനാണ് എന്നാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ എടുത്തു പറയുന്നുണ്ട്, കഴിഞ്ഞ ദിവസമൊക്കെ നിങ്ങൾ ചാണ്ടി ഉമ്മനോട് തിരിച്ചും മറിച്ചും ചോദിച്ചതല്ലേ. അദ്ദേഹം ഒരു തരത്തിലുള്ള സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പാർട്ടി പ്രവർത്തകനായതല്ല. അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രതിനിധിയാണ്, അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പദവി മോഹിച്ചുകൊണ്ട് ഇതിലേക്ക് വന്ന ആളല്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇന്ന് ആ വേദിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രതീക്ഷിച്ചിരുന്നു. കഴിഞ്ഞ 10 വർഷക്കാലത്ത് പ്രതിപക്ഷത്തിരുന്ന് നടത്തിയ വിട്ടുവീഴ്ചയില്ലാത്ത പ്രവർത്തനങ്ങൾക്കും പോരാട്ടങ്ങൾക്കുമുള്ള ജനങ്ങളുടെ അംഗീകാരമാണ് ഇപ്പോൾ UDFന് ലഭിച്ച ഈ വൻ വിജയമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടിച്ചേർത്തു. ഒപ്പം തന്നെ അദ്ദേഹം സത്യപ്രതിജ്ഞ ചടങ്ങൊക്കെ തന്നെ ആവേശത്തോടെയാണ് അദ്ദേഹം അതിന് സാക്ഷ്യം വഹിക്കാൻ സാധിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ വേദി വിട്ടത്. അദ്ദേഹം അവിടെ മുൻനിരയിൽ തന്നെ കാണികൾക്കൊപ്പം മുൻനിരയിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനോടൊപ്പം പല പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും ഒരുപാട് ആളുകളാണ് ഈ ലൈവ് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അതിന് കമൻറ്റ് ചെയ്യുന്നത്. ഒരുപക്ഷേ ഇത്തരത്തിലുള്ള ഈ ആരോപണങ്ങൾ ഉയർന്നിരുന്നില്ലെങ്കിൽ ഇന്ന് മന്ത്രിയാവേണ്ട വ്യക്തിയാണ്, പക്ഷെ വിധി അതല്ലാതെ എന്ത്. ഇന്ന് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യേണ്ട ആളാണ്, പക്ഷേ ഈ പേരുദോഷം ഇല്ലായിരുന്നെങ്കിൽ തീർച്ചയായും മുൻനിരയിലേക്ക് വരുമായിരുന്നു. ഇനി അടുത്തത് രാഹുലിൻ്റെ വരവാണ് പ്രതീക്ഷിക്കുന്നത് തുടങ്ങി നിരവധി ആളുകളാണ് കമൻറ്റ് ചെയ്യുന്നത്. അതായത് ഇത്തരത്തിലൊരു കേസ് വന്നില്ല എന്നെങ്കിൽ ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തവണ വീണ്ടും MLA ആയി തന്നെ മത്സരിച്ച് ഒരുപക്ഷെ VD സതീശൻ്റെ ക്യാബിനറ്റിൽ ഒരു മന്ത്രിസ്ഥാനം രാഹുലിന് ഉണ്ടാവുമായിരുന്നു. കാരണം അത്രയും ഒരു സ്വാധീനം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. വളരെ വേഗത്തിലുള്ള വളർച്ച തന്നെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെത്. പക്ഷേ അത് സംഭവിച്ചില്ല. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരവുണ്ടാകുമോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയുന്നത് പോലെ അദ്ദേഹം എവിടെയും പോയിട്ടില്ലല്ലോ, ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. 1.5 പതിറ്റാണ്ടിന് ശേഷം സംസ്ഥാനത്ത് UDF നയിക്കുന്ന ഒരു മന്ത്രിസഭ ഇന്ന് അധികാരമേറ്റിട്ടുണ്ട്. മുഖ്യമന്ത്രിയും 20 മന്ത്രിമാരുമാണ് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. കൃത്യം 10 മണിക്ക് തന്നെ ചടങ്ങുകളൊക്കെ തന്നെ ആരംഭിച്ചിരുന്നു. എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ വിജയ് സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്തതുപോലെ വേദിയിൽ VVIPകൾക്ക് പ്രവേശനം അനുവദിച്ചിട്ടുണ്ടായിരുന്നു. പലയിടത്തും തിക്കും തിരക്കും അനുഭവപ്പെട്ടു. പക്ഷേ പോലീസ് അടക്കം വളരെ സംയമനം പാലിച്ചുകൊണ്ടാണ് അതെല്ലാം നിയന്ത്രിച്ചത്. പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി, കോൺഗ്രസിൻ്റെയും മറ്റു വിവിധ സംഘടനകളിലെയും ക്ഷണിക്കപ്പെട്ട മുഖ്യമന്ത്രിമാർ, മറ്റ് വിശിഷ്ടാതിഥികൾ എന്നിവരെല്ലാം വേദിയിൽ തന്നെ ഉണ്ടായിരുന്നു. അവരൊക്കെ മുൻനിരയിൽ തന്നെയായിരുന്നു ഇരുന്നിരുന്നത്. ഏതായാലും സ്റ്റേഡിയം പരിസരവും സത്യപ്രതിജ്ഞ കാണാൻ സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയവരെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു. തലസ്ഥാന നഗരി കണ്ട എക്കാലത്തെയും വലിയ ജനസമുദ്രത്തിനാണ് VD സതീശൻ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് സാക്ഷ്യം വഹിച്ചത്. അണക്കെട്ട് പൊട്ടി ജലമൊഴുകും പോലെയാണ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് UDF പ്രവർത്തകർ ഇരച്ചെത്തിയത്. രാവിലെ 7 മണിക്ക് മുമ്പ് തന്നെ തുടങ്ങിയ ജനപ്രവാഹം ഒടുവിൽ നിയന്ത്രണാതീതമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച സുരക്ഷാ മാനദണ്ഡങ്ങളും നിയന്ത്രണങ്ങളും പാടെ തകർത്തുകൊണ്ട് പല VVIP കസേരകളിലേക്ക് വരെ കോൺഗ്രസ് പ്രവർത്തകർ തള്ളിക്കയറി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും പോലീസ് എല്ലാം വളരെ സംയമനം പാലിച്ചുകൊണ്ടാണ് എല്ലാവരെയും അവിടെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നിരുന്നത്. ചടങ്ങുകൾ കഴിയുന്നത് വരെ അവിടെ യാതൊരു തരത്തിലുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലൊന്നും തന്നെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതേസമയം തന്നെ ചാണ്ടി ഉമ്മൻ അടക്കം വേദിയിലേക്ക് എത്താൻ വളരെ ബുദ്ധിമുട്ടി. അത്രയേറെ തിരക്കായിരുന്നു. അദ്ദേഹം സാധാരണ കാണികൾക്കൊപ്പം നിന്നുകൊണ്ടാണ് ഈ ചടങ്ങെല്ലാം തന്നെ അദ്ദേഹം വീക്ഷിച്ചത്.